നമസ്കാരം. കണ്ണൂർ ഇരിട്ടി പഴശ്ശി ജലാശയത്തിൻ്റെ ഭാഗമായ പടിയൂർ പൂവംപുഴയിൽ 2 വിദ്യാർത്ഥിനികളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഇരിക്കൂർ കോളേജിലെ BA സൈക്കോളജി അവസാന വർഷ വിദ്യാർത്ഥിനികളായ എടയന്നൂർ ഹഫ്സത്ത് മൻസിലിൽ ഷഹർബാന, ചക്കരക്കല്ല് 4-ാം പീടിക ശ്രീലക്ഷ്മി ഹൗസിൽ സൂര്യ എന്നിവരെയാണ് കാണാതായത്. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. അവസാന വർഷ പരീക്ഷയും കഴിഞ്ഞ് സഹപാഠിയായ പടിയൂർ പൂവത്തെ ജസീനയുടെ വീട്ടിൽ എത്തിയതായിരുന്നു ഇരുവരും. വീട്ടിൽ നിന്ന് ചായ കുടിച്ച് പുഴക്കരയിൽ ഫോണിൽ ചിത്രങ്ങളും വീഡിയോയും പകർത്തിയ ശേഷം പൂവത്തെ കൂറ്റൻ ജലസംഭരണിക്ക് സമീപത്തെ പുഴയിൽ ഇറങ്ങി. ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴുന്നതിനിടെ ഒരാൾ മീൻ പിടിക്കുന്നവരുടെ വലയിൽപ്പെട്ടെങ്കിലും ശക്തമായ ഒഴുക്കിൽ വലയിൽ നിന്ന് വേർപെട്ടുപോയി. എടയന്നൂർ ഹഫ്സത്ത് മൻസിലിൽ പരേതനായ മുഹമ്മദ് കുഞ്ഞിയുടെയും ഹഫ്സത്തിൻ്റെയും മകളാണ് ഷഹർബാന. വിവാഹിതയാണ്. ചക്കരക്കല്ല് 4-ാം പീടികയിലെ ശ്രീലക്ഷ്മി ഹൗസിൽ പ്രതീഷിൻ്റെയും സൗമ്യയുടെയും മകളാണ് സൂര്യ. 1 മണിക്കൂറോളം പുഴക്കരയിലൂടെ നടന്ന് പുഴയുടെ ഭംഗി മൊബൈലിൽ പകർത്തിയും സെൽഫി എടുത്തുമാണ് സൂര്യയും ഷഹർബാനയും പുഴയിലേക്ക് ഇറങ്ങിയത്. സഹപാഠിയായ പടിയൂരിലെ ജസീനയുടെ വീട്ടിലെത്തിയതായിരുന്നു ഇരുവരും. പുഴയിൽ ഇറങ്ങി ഇരുവരും വെള്ളം കോരി കളിക്കുമ്പോൾ ജസീന പുഴക്കരയിൽ നിൽക്കുകയായിരുന്നു. കൺമുന്നിൽ സഹപാഠികൾ മുങ്ങിത്താഴുമ്പോൾ അലറി വിളിക്കാൻ പോലും കഴിയാത്ത വിധം ജസീന ബോധം കെട്ട് വീണു. വീട്ടിൽ നിന്ന് പുഴക്കരയിലേക്ക് പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങരുത് എന്ന് പലതവണ പറഞ്ഞിരുന്നു എന്ന് ജസീനയുടെ മാതാവ് റഹ്മത്ത് പറഞ്ഞു. 1 വർഷം മുൻപ് ഇരുവരും വീട്ടിൽ വന്ന പുഴയിലേക്ക് പോയിരുന്നുവെന്നും അവർ പറഞ്ഞു. അപകട വിവരമറിഞ്ഞ് നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് പുഴക്കരയിൽ തടിച്ചുകൂടിയത്. നാട്ടുകാർ ഒറ്റയ്ക്കും കൂട്ടായും പുഴയുടെ ഇരുകരയിലൂടെയും കിലോമീറ്ററോളം തെരച്ചിൽ നടത്തിയെങ്കിലും വിഫലമായി. ഇരുട്ട് മൂടിയതോടെ ഇന്നലെ തെരച്ചിൽ നിർത്തി. ഇരിട്ടി തഹസിൽദാർ, പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, പായം, പടിയൂർ വില്ലേജ് ഓഫീസർമാർ, ഇരിക്കൂർ പോലീസ്, ഇരിട്ടി അഗ്നിരക്ഷാസേന അംഗങ്ങൾ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഇരുവരെയും ഇതുവരെ കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ. ഇതുപോലെ മഴക്കാലത്ത് പുഴയുടെ അരികെ ഇടിഞ്ഞും അതുപോലെ കുഴികളിൽ വീണുമൊക്കെ അപകടങ്ങൾ പലർക്കും സംഭവിക്കാറുണ്ട്. എല്ലാവരും ശ്രദ്ധയോടെ മാത്രം ഇക്കാലത്ത് സഞ്ചരിക്കുക. പ്രത്യേകിച്ചും പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ പകർത്തുമ്പോൾ ആ പ്രദേശത്തെക്കുറിച്ച് നമ്മൾ മറന്നുപോകും, ഒരു വേള ശ്രദ്ധിക്കില്ല. ഇത്തരത്തിൽ നീന്തൽ അറിയാൻ വയ്യാത്തവരും അറിയുന്നവരുമൊക്കെ തന്നെ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴും വെള്ളവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്താലും ശ്രദ്ധിക്കണം. വെള്ളത്തിനെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. ഒരു വേള മുട്ടറ്റം വെള്ളമേ ഉള്ളൂ എന്ന് കരുതുമെങ്കിലും പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അരയ്ക്കൊപ്പം വെള്ളമോ അല്ലെങ്കിൽ കഴുത്തൊപ്പം വെള്ളമോ എത്തിയേക്കാം. വെള്ളത്തിൻ്റെ മലവെള്ളപ്പാച്ചിലിൻ്റെ രീതി അങ്ങനെയാണ്. പ്രത്യേകിച്ചും പൊക്കപ്രദേശങ്ങളിലുള്ള ജലാശയങ്ങളിലൊക്കെ തന്നെ കുളിക്കാനും അതുപോലെ തന്നെ അവിടെ ഫോട്ടോ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ഇറങ്ങുന്നവർ അതീവ ശ്രദ്ധയോടെ മാത്രം കാര്യങ്ങൾ ചെയ്യുക. കഴിയുന്നതും മഴക്കാലങ്ങളിൽ അതുപോലെ കാലാവസ്ഥ മോശമായിരിക്കുന്ന അവസ്ഥയിലൊക്കെ പുഴകളിലും അരുവികളിലും അങ്ങനെയുള്ള ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, കടലുമായി ബന്ധപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പുമൊക്കെ മുന്നറിയിപ്പ് നൽകുന്നത്. പക്ഷേ അതൊന്നും കേൾക്കാതെ ഇത്തരം മേഖലകളിൽ ജലാശയങ്ങളിലും മറ്റും കളിക്കാനും കുളിക്കാനും ഇതുപോലെ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും മറ്റും ഇറങ്ങി അപകടങ്ങൾ തുടർക്കഥയാകുന്നൊരു കാലം കൂടിയാണ് ഇത്. കഴിഞ്ഞ ദിവസം മുംബൈയിലെ ലോണാവാലയിൽ ഒരു കുടുംബത്തിലെ നിരവധി പേരാണ് ഇതുപോലെ മലവെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. ഇതുപോലെ ഈ 2 പെൺകുട്ടികളെ കാണാതായിരിക്കുന്നു. അവരെ കിട്ടുമോ എന്ന കാര്യം അറിയില്ല. എന്നാൽ പോലും പറയുന്നത് കേൾക്കാതെ അവിടെ ഉണ്ടായിരുന്ന മീൻപിടുത്തക്കാരിൽ ചിലർ മക്കളെ പുഴയിലേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞതായുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. പറയുന്നത് കേൾക്കാതെ ഞങ്ങൾ മുങ്ങുകയൊന്നുമില്ല എന്ന് അവരോട് ആക്രോശിച്ചുകൊണ്ട് ഈ കുട്ടികൾ പുഴയിലേക്ക് ഇറങ്ങുകയായിരുന്നു എന്ന് ചില പ്രദേശവാസികൾ പറയുന്നുണ്ട്. മഴക്കാലത്ത് ഇത്തരം വിനോദങ്ങളിൽ, ജലവുമായി ബന്ധപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർ ശ്രദ്ധാപൂർവം ഏർപ്പെടുക, അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് പോകാതെ ഇരിക്കുക. മഴ മാറിയ ശേഷം അത്തരത്തിലുള്ള കാലാവസ്ഥ വിശേഷങ്ങൾ മാറിയ ശേഷം അങ്ങോട്ട് പോയാൽ മതി എന്ന് വയ്ക്കുക. മുൻകരുതൽ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.